അപ്പോൾ എന്നോട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ചുരുങ്ങിയ സമയത്തേക്ക്, ഏകദേശം ഒരു 2-3 ദിവസത്തേക്ക്. പക്ഷേ ആ മമ്മിയുടെ ഒരു പ്രാർത്ഥനയുടെയും ഉടമ്പടിയുടെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ 3ാം തവണ കിട്ടി. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മേഴ്സി ചാൻസാണ്. 3ാം തവണയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും വീണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് വേറെ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഹിസ്റ്ററി ഫുൾ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എനിക്കത് കിട്ടി. അപ്പോൾ അതും പിന്നെ ഞാൻ വേറെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പോയായിരുന്നെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ അതിലും നല്ലൊരു എമൗണ്ട് 2 ലക്ഷം രൂപ എടുത്താവുമായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു 4-5 മാസം മുന്നേ അറിയാൻ സാധിച്ചതിൻ്റെ പേരിൽ എനിക്ക് ആ പോയ പൈസ എനിക്ക് ടിക്കറ്റിൽ കവർ ചെയ്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മാർട്ടിൻ മാത്യു. ഞാൻ കോതമംഗലം രൂപതയിലെ ആയവന ഇടവാംഗമാണ്. ഇത് എൻ്റെ മമ്മിയായിരുന്നു എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ തവണ ഉടമ്പടി എടുത്തിരുന്നത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി 2022 രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കിയിരുന്നത് നവംബർ 10-ാം തീയതി ആയിരുന്നു 2022. അപ്പോൾ ആദ്യമേ പറയാൻ പോകുന്നത്, മമ്മി ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ വിസ ആയിരുന്നു നിയോഗം. എല്ലാ പിള്ളേരെ പോലെയും ഈ പ്രായത്തിൽ പറയുന്ന പോലെ എനിക്കും ഈ പറഞ്ഞ വിദേശ പഠനം ആഗ്രഹമുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കഴിഞ്ഞ കോഴ്സ് MBA ആയിരുന്നു. MBA ഞാൻ വളരെ ആഗ്രഹത്തോടെ എടുത്ത കോഴ്സായിരുന്നു പഠിക്കണം എന്നുള്ളത്. കാരണം ഞാൻ ജോലിയിൽ നിന്നും ഇറങ്ങി പഠിച്ചൊരു കോഴ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഡിസംബർ ഒരു ക്രിസ്മസിന് മുന്നോടിയായി ഞാൻ IELTS ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ IELTS ക്ലിയർ ചെയ്യുകയും അതിനുശേഷം ബാക്കി നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ 2021 ഞാൻ MBA പൂർത്തിയാക്കിയതായിരുന്നു. അതിനുശേഷം എൻ്റെ സർട്ടിഫിക്കറ്റ് വരാൻ ഭയങ്കര ലേറ്റായി, കാരണം കൊറോണ കാരണം എല്ലാം ഭയങ്കര നീണ്ടുപോയി. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ കൊടുത്തിരുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലേക്ക് ഞാൻ കാനഡയ്ക്കായിരുന്നു വിസ കൊടുത്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഉപരിപഠനത്തിനായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറങ്ങുകയും പിന്നെ അതിന് ശക്തമായി ഊർജിതമായി എൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുകയും അങ്ങനെ എല്ലാത്തിനുമായി യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വിസ ആദ്യ തവണ വെച്ചിരുന്നപ്പോൾ വിസ റിജക്റ്റായി ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എല്ലാവരും പറയുന്നത് ഞാൻ ഓവർ ക്വാളിഫൈഡ്, അതായത് എൻ്റെ MBA ഉള്ളതിൻ്റെ പേരിലാണ് എനിക്ക് റിജക്ഷൻ വരുന്നതെന്നാണ് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ തന്നെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ അതായത് ഇത്രയും പഠിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വളരെ ഒരു ദയനീയമായൊരു കാര്യമാണ്. കാരണം ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഹോസ്റ്റലിൽ നിന്ന് MBA പഠിച്ചെടുത്തത്. അതിനുശേഷം ഞാൻ ജോലി ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലും മമ്മിയും പപ്പയായിട്ടെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്, സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒപ്പം തന്നെ എൻ്റെ സഹോദരൻ എന്നേക്കാളും ഒരു 6-7 വയസ്സിന് ഇളയതാണ്. അവനും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവനും ഒരു 1-1.5 കൊല്ലമായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് മാസം 8-ാം തീയതി മമ്മി ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യ നിയോഗം അവൻ്റേതായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പഠിച്ചിരുന്ന് MBA കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി അവൻ ഇപ്പോൾ നിലവിൽ യൂറോപ്പിലാണ്. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് +2 കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവൻ്റെ കാര്യം അത് ഓക്കെ ആയി. പിന്നെ വന്നിരുന്നതാണ് എൻ്റെ കാര്യം ആദ്യമേ റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിട്ട് ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് മുതൽ ചെറുപ്പം മുതൽ ഈ പറഞ്ഞ രീതിയിൽ കുർബാനയ്ക്ക് കൂടുകയും ഭക്തിയിൽ മാർഗം നടന്ന ആൾ തന്നെയാണ്. ഈ ആദ്യ തവണ റിജക്റ്റ് ആയതിൻ്റെ പേരിൽ എനിക്ക് ചെറുതായി ഞാൻ പിന്നോട്ട് വലിഞ്ഞ് തുടങ്ങിയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി നോക്കാം എന്ന രീതിയിൽ വെച്ചു. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിലാണ് വിസയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് കാനഡയ്ക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ളത്. എൻ്റെ 85-ാം ദിവസം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരുന്നത് എനിക്ക് റിജക്ഷനാണ്, വീണ്ടും തള്ളിപ്പോയി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് 2 തവണ എൻ്റെ പോയി. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം വിളിച്ച് പറഞ്ഞത് പപ്പയോടാണ്. പപ്പ ഇവിടെ ഉണ്ട്. അപ്പോൾ പപ്പയോട് പറഞ്ഞു, പപ്പയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇങ്ങനെ വിധിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ വല്യപ്പം പറഞ്ഞൊരു അറിവാണ്, വിറ്റാൽ തീരാത്തൊരു സ്വത്താണ് വിദ്യാഭ്യാസം, അത് എന്നും നിലനിൽക്കും കൂടെ എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സിന് പിന്നെ തള്ളിപ്പോയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വളരെയധികം ഉണ്ടായിരുന്നു. പുറമെ കാണിച്ചില്ല, ഒറ്റയ്ക്കിരുന്ന് വരെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് എല്ലാ കാര്യം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. മമ്മി എനിക്ക് മാത്രം തന്നെ ഇങ്ങനെ, എൻ്റെ മറ്റു സുഹൃത്തുക്കളെല്ലാം പോയി, ഞാൻ മാത്രം തന്നെ ഇങ്ങനെയായി പോകുന്നത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഈ പ്രായത്തിൽ എല്ലാവരും കേൾക്കുന്നവർ, എൻ്റെ ഇവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ കേട്ടുള്ളൊരു ചോദ്യമായിരിക്കും, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണ്, നിൻ്റെ കൂടെയുള്ളതെല്ലാം ഒരു നിലയിൽ എത്തിയല്ലോ. ആ ചോദ്യം കാരണം ഞാൻ ഈ പല ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്, പോകാണ്ടിരുന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ
ഞാൻ അതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് 2 പേർക്ക് പോകുന്നതിൻ്റെ പൈസ നല്ല രീതിയിൽ വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കിട്ടിയില്ല, എന്നാൽ UK നോക്കാം, ഉപരിപഠനം അവിടെ ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ നിയമം വന്നത്. അതായത് പുതിയ പ്രധാനമന്ത്രി കാര്യങ്ങളെല്ലാം അവിടെ വന്നതിന് ശേഷം റൂൾസ് മൊത്തത്തിൽ മാറി. അത് വന്നതിൻ്റെ പേരിൽ ഈ പറഞ്ഞ പല രീതിയിലുള്ള റൂൾസിന് മാറില്ല. എനിക്ക് ഓൾറെഡി എൻ്റെ MBA കഴിഞ്ഞ എൻ്റെ ബയോമെട്രിക്സ് എന്നൊരു സംഭവമുണ്ട് കാനഡയിലേക്ക് നമുക്ക് വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഇത് വെച്ച് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഹിസ്റ്ററി സഹിതം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എല്ലാം കമ്പ്യൂട്ടറിൽ കാണുന്നതിൻ്റെ പേരിൽ അവർക്കെല്ലാം അറിയാം, വിസ ഓഫീസറിനെല്ലാം അറിയാം. ഞാൻ ഓൾറെഡി എൻ്റെ ബയോഡേറ്റ ഫുൾ കിട്ടും. അപ്പോൾ പല കോളേജുകൾ UK പോലും എൻ്റെ വിസ മീൻസ് എൻ്റെ പ്രൊഫൈൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതായത് അവരെടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത കോളേജുകളിൽ നിന്നെല്ലാം എനിക്ക് വരുന്ന ഒരു മെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ 2 തവണ കാനഡയ്ക്ക് റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇനി ആ കോളേജ് എന്നെ എടുക്കത്തില്ല. ഞാൻ പഠിക്കാവുന്നതിൻ്റെ മാക്സിമം, അതായത് ഇനിയുള്ളത് എനിക്കൊരു റിസർച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും അവിടെ എനിക്ക് നിരാശ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഞാൻ ഫാദറിനോടെല്ലാം പപ്പയോടെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള, പപ്പ ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ അവൻ ഓൾറെഡി പോയി, അത് നല്ലൊരു തുക വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിനി പോകുന്നില്ല, ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാം എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പപ്പ എന്നോട് പറഞ്ഞത്, നീ അങ്ങനെ നോക്കണ്ട, അടുത്ത മാർഗം നീ ഏതാണ്, വേറെ രാജ്യം. ഓക്കെ, അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ഓസ്ട്രേലിയ നോക്കി. ഓസ്ട്രേലിയ നോക്കിയപ്പോൾ എനിക്ക് വന്നത് 40 ലക്ഷം രൂപയുടെ മേളിലേക്കാണ് എനിക്ക് തന്നെ പഠിക്കേണ്ടി വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അനിയൻ പഠിക്കേണ്ടി വരുന്നതും ഞാൻ പഠിക്കേണ്ടത് നോക്കുമ്പോൾ ഇതിൽ താഴെ വരത്തുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അത്രയും തുക കൊടുത്ത് പഠിക്കാൻ എനിക്കും ഒരു പേടി. കാരണം ഓൾറെഡി ഞാൻ MBA പഠിച്ചതിൻ്റെ പേരിൽ എനിക്ക് നല്ല ലക്ഷങ്ങൾ എനിക്ക് മുടക്കമുണ്ട്. ആ സമയത്താണ് കറക്റ്റ് കൊറോണ വന്നതും. അപ്പോൾ അതിൻ്റെ പേര് പല പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ ദുഃഖിതനായിട്ട് ഞാൻ ഇരുന്ന സമയത്താണ് പപ്പ എന്നോട് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം ഞാൻ എറണാകുളത്തൊരു ഏജൻസി പോയി ഓസ്ട്രേലിയയ്ക്കുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള കാര്യം നോക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അടുത്ത ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരിയിലാണ്, അടുത്ത മാസമാണ്. അപ്പം ഞാൻ നോക്കിയത് ഒരു നവംബർ ആദ്യം, ഒരു 10-ാം തീയതിക്ക് മുന്നേ ആണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വിസ 2ാമത് റിജക്റ്റ് ചെയ്തത് 2022 ഒക്ടോബർ 25-നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം, ഫണ്ടിൻ്റെ കാര്യങ്ങൾ പപ്പ പറഞ്ഞ് പേടിക്കണ്ട, ശരിയാക്കാം എന്ന രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കൊടുത്ത യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലുള്ളൊരു പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെയുള്ള യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത കോഴ്സ്, അതായത് എന്നോട് പറഞ്ഞ് SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് കൃത്യമായി എഴുതി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ തന്നെ ചെയ്ത് ഒരു ദിവസം മൊത്തം ഇരുന്ന് ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം ഈ പറഞ്ഞ ഏജൻസി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, കൊടുത്തതിന് ഞാൻ 9 മണിക്ക് ഏജൻസിക്ക് അയച്ചു കൊടുത്തു, 10 മണിക്ക് തിരിച്ചെനിക്ക് റിപ്ലൈ മെയിൽ വന്നേക്കുവാണ് എൻ്റെ ഓസ്ട്രേലിയയുടെ ആ കോഴ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ കൊടുക്കുന്നില്ല, ഓസ്ട്രേലിയയിലുള്ള സിറ്റിസൺസിന് മാത്രം, അതായത് ഓസ്ട്രേലിയൻ ആൾക്കാർക്ക് മാത്രമേ ആ കോഴ്സ് പഠിക്കാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും എൻ്റെ അത് പിന്നെയും പോയി. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കൊടുക്കുന്ന എല്ലാം എനിക്ക് തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഓർത്തു, ഇനി എന്നാൽ ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നില്ല, കംപ്ലീറ്റ്ലി വിട്ട് അടുത്ത മാർഗം നാട്ടിൽ തന്നെ കൂടാമെന്ന രീതിയിൽ ഞാൻ നടന്നപ്പോൾ പിന്നെ എനിക്കൊരാഗ്രഹം, ഇപ്പോൾ അവൻ പോയല്ലോ, അപ്പോൾ അതിൻ്റെതായ ചിലവ് വേറെ വരുന്നു. അവൻ്റെ 1 കൊല്ലത്തെ ഫീസ് നമ്മൾ അടച്ചിട്ടുള്ളൂ, ഇനി 2 കൊല്ലത്തെ അടയ്ക്കാൻ കിട്ടുന്നു, മൊത്തം 3 കൊല്ലമാണ്. അപ്പോൾ മമ്മിയോട് ചോദിക്കാതെ പോലും ഞാനും പപ്പയാണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഞാനും പപ്പയും നേരെ രാവിലെ വണ്ടി എടുത്ത് പോയി ട്രാവൽസിൽ പോയി ഞാൻ ദുബായ്ക്കുള്ളൊരു വിസയ്ക്ക് വേണ്ടി കൊടുത്തു. ദുബായ് പോകാനുള്ള വിസയ്ക്ക് കൊടുത്തതിന് ശേഷം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ദുബായ് പുതിയതായിട്ട് വിസ നിയമം മാറ്റി. 3 മാസത്തെ വിസിറ്റിംഗ് സന്ദർശക വിസ അവർ 2 മാസമായി വെട്ടിച്ചുരുക്കി. ഞാൻ നേരത്തെ ഇങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ 2019 അങ്ങനെ പോയിട്ടുള്ളതാണ്. അത് രാവിലെ മുതൽ നമ്മൾ പല സ്ഥലത്തും കയറി ഇറങ്ങി വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ നടക്കേണ്ട അവസ്ഥയാണ്. ഈ 2 മാസം കൊണ്ട് അത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മിയോട് പറഞ്ഞു, കാരണം ഞാൻ കാണുന്നതാണ് എൻ്റെ ചെറുപ്പം മുതൽ ഈ പരീക്ഷകൾക്ക് പോകുമ്പോൾ മുട്ടയിൽ നിന്ന് മമ്മി കൊന്തയെത്തിക്കുന്നത്, അതായത് എൻ്റെ പരീക്ഷകൾ. അതിന് പലന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഇന്നേ വരെ LKG മുതൽ ഈ MBA വരെ എന്നതിൽ ഇതുവരെ ഒരു സപ്ലി പോലും എനിക്ക് കിട്ടിയിട്ടില്ല, എല്ലാം ഞാൻ പാസ്സായിട്ടുണ്ട്. അത് ഞാൻ അത്ര വലിയ ബുദ്ധിമാനായിട്ട് പറയുന്നതല്ല, ഞാനെല്ലാം പാസ്സായതിൻ്റെ കാരണം ഞാൻ പ്രത്യേകം പറയാൻ കാരണം എൻ്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്, നീ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു, അമ്മ ഇവിടെ മുട്ടയെ കുത്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു പരീക്ഷ സമയത്ത്. ആ ഒരു വിശ്വാസം എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ദുബായ്ക്ക് ഇങ്ങനെ കൊടുത്തു, എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ദുബായ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ കൊടുക്കണ്ട, നീ ഒന്ന് ഗൾഫിൽ പോയതല്ലേ, അപ്പോൾ നീ ഇത് തന്നെ ഒന്നോടെ നിൻ്റെ വലിയ ആഗ്രഹം അല്ലായിരുന്നു പഠിക്കേണ്ട, പുറത്ത് പോയി വിദേശത്ത് പഠിക്കേണ്ട, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പോകുന്നത് കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പറഞ്ഞു എന്നോട് ആരോ പറയുന്നുണ്ട്, മമ്മി നവംബർ 10-ാം തീയതി ഉടമ്പടി പുതുക്കി, അപ്പോൾ എന്നോട് ഈ പ്രാവശ്യം ഞാൻ നിയോഗം വെച്ചേക്കുന്നത് നിൻ്റെ കാര്യമാണ് ഏറ്റവും ആദ്യം വെച്ചേക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടെ വെക്കാൻ എന്നോട് ആരോ പറയുന്ന പോലെ മമ്മിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2-ാം പ്രാവശ്യം വിസ തള്ളിപ്പോയതിൻ്റെ പേരിൽ ഞാൻ കുരിശുവരയിൽ നിന്ന് പയ്യെ മാറി നിന്നു, പ്രാർത്ഥനകളിൽ നിന്ന് പയ്യെ പള്ളിയിൽ നിന്ന് മാറി നിന്നു, ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
എന്നാൽ ആയിക്കോട്ടെ മമ്മി പറഞ്ഞതല്ലേ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അന്നേരം തന്നെ കാനഡയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത് 10ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിച്ചതാണ്. അവൻ പറഞ്ഞു നീ ഒന്നും കൂടി വെച്ച് നോക്കി, ഇപ്പോൾ കിട്ടാൻ ചാൻസ് പലരും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടെയും കൊടുത്തു. അതായത് എൻ്റെ ദുബായിക്ക് കൊടുത്തായിരുന്ന അറ്റസ്റ്റേഷൻ കൊടുത്ത പൈസ തിരിച്ച് മേടിച്ച് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ച് കളക്ട് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കൊടുത്തു. വീണ്ടും കൊടുത്തത് ഞാൻ എനിക്കും മമ്മിക്കും എൻ്റെ ഫാദറിന് മാത്രമല്ല, എൻ്റെ സഹോദരന് പോലും അറിയത്തില്ല ഞാൻ വീണ്ടും കൊടുത്ത കാര്യം. അവൻ പുറത്താണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു നവംബർ 10ാം തീയതിക്ക് ശേഷമാണ് വെച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ ഒരു 17-16 ആ റേഞ്ചിലാണ് ഞാൻ വെച്ചത്. മമ്മി ഉടമ്പടി പുതുക്കിയത് നവംബർ 10ാം തീയതി 2022. എൻ്റെ വെച്ചതിന് ശേഷം എനിക്ക് പിറ്റേ ദിവസം ഞാനും പപ്പയും ബൈക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് ഫോണിൽ. ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് വന്നേക്കുന്ന ആദ്യത്തെ മെയിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫ് ലെറ്റർ വന്നിട്ടുണ്ട്. അതായത് ഞാൻ വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വന്നേക്കുന്നു ഞാൻ കൊടുത്ത കോളേജിൽ നിന്ന് എനിക്ക് ഓഫ് ലെറ്റർ വന്നു. ഞാൻ ആദ്യം കൊടുത്ത കോളേജിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ് ലെറ്റർ വരാൻ തന്നെ എനിക്ക് ഒരു മാസത്തിന് മേളിലെടുത്തു. എൻ്റെ വിസ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി എനിക്ക് 85 ദിവസം എടുത്തു. അപ്പോൾ അന്നേരം ഞാൻ പോയാണെങ്കിൽ പോലും എനിക്ക് ഈ പറഞ്ഞ ടിക്കറ്റ് റേറ്റ് വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പോയത് ഒരു 2 ലക്ഷം രൂപ എടുത്ത് റേഞ്ച് വരുമായിരുന്നു. അപ്പോൾ ഈ 2 തവണ വെച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരു 1 ലക്ഷം രൂപ മേളിൽ എനിക്ക് നഷ്ടം വന്നു. MBA പഠിച്ച പൈസ പോയി, ഈ വെച്ചതിൻ്റെ പേരിൽ പൈസ പോയി. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഞാൻ പോകുന്നത് നാട്ടിലെല്ലാം അറിഞ്ഞു. പലരായിട്ട് ഈ പറഞ്ഞില്ല, എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, അങ്ങനെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങുന്നതിനൊരു ഇതായിരുന്നു. അതിനുശേഷം ഈ നവംബർ 18ാം തീയതി എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓഫ് ലെറ്റർ വന്നു. പിറ്റേ ദിവസം തന്നെ വന്നു. ഒരു ഉച്ച കഴിഞ്ഞാൽ നോക്കിയപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും വന്നിരിക്കുന്നു. ഓസ്ട്രേലിയയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഞാൻ കൊടുത്തതല്ല, ഏജൻസിക്കാർ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു കണ്ടിട്ടായിരിക്കും അവർ കൊടുത്തതാണ്. ഞാൻ അവർക്ക് SOP ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും വന്നിരിക്കുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഓഫ് ലെറ്റർ. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇതിൽ ഏത് ചോയ്സ് വേണം നോക്കിയപ്പോൾ ഓസ്ട്രേലിയക്ക് എനിക്ക് വരുന്ന 40 ലക്ഷം രൂപ മേളിൽ കാണിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഓസ്ട്രേലിയ വേണ്ടാന്ന് വെച്ചു. കാരണം അത്രയും ഫണ്ട് ഇമ്മീഡിയറ്റ് റേസ് ചെയ്യാനുള്ളതെന്ന് ഓർത്തുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഏജൻസിയായിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോയി. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 2022 ഡിസംബർ 8ാം തീയതി വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. ഈ അപ്ലൈ ചെയ്ത ആരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ 29 അതായത് ഡിസംബർ 29 തീയതി ന്യൂ ഇയറിന് തൊട്ട് മുമ്പ് 29 തീയതി രാത്രി ഒരു 10 മണിയോടുകൂടി എനിക്കൊരു വീണ്ടും ഒരു മെയിൽ വന്നു, അതായത് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാനും പ്രതീക്ഷിക്കുന്നില്ല, കാരണം ആദ്യത്തെ തവണ എനിക്ക് 85ാം ദിവസമാണ് എനിക്ക് വിസ സ്റ്റാറ്റസ് അറിയാൻ സാധിച്ചത് അത് വെച്ചതിന്. അപ്പോൾ ഞാൻ ഉടനെ വിചാരിക്കുന്നില്ല. അപ്പോൾ 21ാം ദിവസം ആയിട്ടുള്ളൂ. ഞാൻ വന്നപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ട് യുവർ വിസ ഈസ് അപ്രൂവ്ഡ് എന്നാണ് പറഞ്ഞത്. എൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇമ്മീഡിയറ്റ് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വീണ്ടും പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം 2 തവണ റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ 3ാം തവണയാണ് എനിക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു വാർത്ത മമ്മീനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരോടും പറയണ്ട, നമുക്കതിന് കൺഫർമേഷൻ ആയിട്ടില്ല, 2 തവണ പോയതിൻ്റെ പേരിൽ എനിക്കും പേടിയുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പപ്പ ഓക്കെ എല്ലാം കാര്യം പറഞ്ഞ് വീട്ടിലും സംസാരിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ വേറെ ചെയ്തില്ല, എൻ്റെ പാസ്പോർട്ട് ഞാൻ VFSലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് അതും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഒരാഴ്ച കഷ്ടി എനിക്ക് എടുത്തുള്ളൂ. അപ്പോൾ VFS പോയി തിരിച്ച് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഈ പറഞ്ഞ മെയിലാണ്. അപ്പോൾ എന്നോട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ചുരുങ്ങിയ സമയത്തേക്ക്, ഏകദേശം ഒരു 2-3 ദിവസത്തേക്ക്. പക്ഷേ ആ മമ്മിയുടെ ഒരു പ്രാർത്ഥനയുടെയും ഉടമ്പടിയുടെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ 3ാം തവണ കിട്ടി. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മേഴ്സി ചാൻസാണ്. 3ാം തവണയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും വീണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് വേറെ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഹിസ്റ്ററി ഫുൾ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എനിക്കത് കിട്ടി. അപ്പോൾ അതും പിന്നെ ഞാൻ വേറെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പോയായിരുന്നെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ അതിലും നല്ലൊരു എമൗണ്ട് 2 ലക്ഷം രൂപ എടുത്താവുമായിരുന്നു. ഇപ്പോൾ എനിക്ക് നേരത്തെ ഒരു 4-5 മാസം മുന്നേ അറിയാൻ സാധിച്ചതിൻ്റെ പേരിൽ എനിക്ക് ആ പോയ പൈസ എനിക്ക് ടിക്കറ്റിൽ കവർ ചെയ്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണെങ്കിലും വളരെ ചെറിയൊരു തോതിൽ പൈസ എനിക്ക് ആയിട്ടുള്ളൂ. ഇത്ര നേരത്തെ ആ ഒരു മാസം അടുത്തെത്താത്തതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് കുറച്ചായിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ എനിക്കത് ഓക്കെ ആയി. അപ്പം ഞാൻ ഇപ്പോൾ സാക്ഷ്യം മമ്മി പ്രത്യേകം ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, മമ്മി എന്നോട് ഈ 2ാം തവണ റിജക്റ്റ് ആയിട്ട് ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് സാക്ഷ്യം കയറി പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മിക്ക് പറഞ്ഞാൽ എന്താണെന്ന രീതിയിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്ന പോലെ മമ്മിയല്ലേ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു നീ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് കിട്ടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഓർത്തു ചിലപ്പോൾ മാതാവ് വിചാരിച്ചേക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയതിൻ്റെ പേരിൽ ഞാൻ മൂലം ലോകം അറിയണം, അതായത് ഇങ്ങനൊരു കാര്യം നടന്നു, അത് എൻ്റെ വിശ്വാസം പിൻവലിഞ്ഞെങ്കിലും ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലായിരിക്കാം ഈ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു മമ്മി ഓക്കെ ഞാൻ സാക്ഷ്യം പറയാം. അപ്പോൾ അങ്ങനെയാണ് ഈ രീതിയിൽ എനിക്ക് ഈ വിസയിലേക്ക് കാര്യങ്ങൾ എത്തിയത്.
അപ്പോൾ അത് ഞാൻ ഇപ്പോഴും തീർത്തും വിശ്വസിക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ അതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കുടുംബമായിട്ട് തന്നെ ഫാമിലിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് 2-ാം തവണ മമ്മി ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വന്നില്ല, ഈ പറഞ്ഞ നവംബർ 10-ാം തീയതി എടുത്തപ്പോൾ. കാരണം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസത്തിൽ പയ്യെ ഞാൻ തെന്നി മാറിയായിരുന്നു. എന്നിട്ട് ഈ തവണ ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാനാണ്, ഇന്ന് നമുക്ക് പോവാം, സാക്ഷ്യം പറയാം എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അതുപോലെ ഞായറാഴ്ചകളിൽ കുർബാന ഞാനിപ്പോൾ മുടക്കാറില്ല. നേരത്തെ പണ്ടൊക്കെ കുർബാനയ്ക്ക് ഞാൻ പ്രസംഗം കഴിഞ്ഞ് ആ സമയത്ത് കയറി ചെന്നത് ഞാനായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നെ ആരും നേരത്തെ ഉന്തി തള്ളി വിടുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നേരത്തെ കുർബാന തുടങ്ങുന്ന സമയത്ത് തന്നെ എത്താൻ നോക്കുന്നുണ്ട്. എന്നെ പരമാവധി മാക്സിമം രീതിയിൽ വീടിൻ്റെ അടുന്നൊരു ചുരുക്കം പറഞ്ഞാൽ 50 മീറ്റർ പോലും ഇല്ല പള്ളിയിലേക്ക്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു സമയം തൊട്ട് ഞാൻ നേരത്തെ പോയി തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ അനിയൻ നേരത്തെ ഈ പറഞ്ഞതിൽ പോകാൻ സാധിച്ച, അവന് യൂറോപ്പിൽ പോകാൻ സാധിച്ചതും ഞാൻ പറഞ്ഞ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം അവനും പല രീതിയിൽ എന്നെ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കി, എല്ലായിടത്തും നിരാശയായിരുന്നു അവന് ഫലം. അപ്പോൾ സഹോദരൻ എന്ന രീതിയിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ 1.5 കൊല്ലമായി +2 കഴിഞ്ഞിട്ട് ഇവനിനി എന്ത് ചെയ്യും, അപ്പോൾ അവൻ്റെ കാര്യം കൂടി ഞാൻ നോക്കണ്ടേ. അപ്പോൾ അവൻ ഇനി അവനൊരു വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഞാനാണ് ഓടി നടന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ടോട്ടലി, മമ്മിക്ക് കാണുമ്പോൾ എല്ലാം സങ്കടമാണ്. ഞങ്ങളുടെ 2 ആൺപിള്ളേരുള്ളൂ, 2 ആൺപിള്ളേരും ഇങ്ങനെയാണ്, ഒന്നും ശരിയാവുന്നില്ല, ആ രീതിയിൽ ഏത് നേരം ദുഃഖം. അപ്പോൾ പപ്പയ്ക്ക് ദുഃഖം ഉണ്ടെങ്കിലും പപ്പ പുറത്ത് കാണിക്കുന്നില്ല. മമ്മി അന്നേരം അതേ സമയം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനും വിഷമമായിരുന്നു, എനിക്കും വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവൻ ഈ പറഞ്ഞ ആദ്യ ഉടമ്പടി എടുത്ത് അവൻ്റെ പിള്ളേ ഞാൻ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം 8-ാം തീയതി എടുത്തു. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ വിസ കാര്യങ്ങൾ ഓക്കെ ആയി. അവൻ സെപ്റ്റംബർ 13-ാം തീയതി അവൻ കയറിപ്പോയി. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പപ്പ എൻ്റെ ചെറുപ്പമുതലേ കണ്ടുകൊണ്ടിരുന്നതാണ്, ഒരു 10 വർഷത്തോളമായിട്ട് ഇൻഹേലർ വലിക്കുന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടിന് വേണ്ടിയിട്ട്. അതായത് തണുപ്പ് മാസം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇൻഹേലർ വലിക്കാണ്ട് പറ്റത്തില്ല, നല്ല രീതിയിൽ ശ്വാസം മുട്ട് വരുമായിരുന്നു. അതിനുശേഷം മമ്മി ഇവിടെ വന്ന് ഉടമ്പടിയിൽ പപ്പയുടെ കാര്യം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൃപാസന മാതാവിൻ്റെ ഈ തൈലവും തേനും കൊടുക്കുമായിരുന്നു പപ്പയ്ക്ക്. അപ്പോൾ കുരിശുവര കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കാണാറുണ്ട് പപ്പയുടെ നെറ്റത്തും വയറ്റത്തൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തൈലം പുരട്ടുന്നതും തേൻ കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും തരുമായിരുന്നു ഈ ആ ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ അതിനുശേഷം ഈ 2 മാസത്തോളമായി ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഇൻഹേലർ വലിക്കുന്നില്ല. ഈ 2 മാസമായിട്ട് നല്ല രീതിയിൽ മഞ്ഞുള്ള സമയം, തണുപ്പുള്ള സമയമായിരുന്നു. പക്ഷേ ഇൻഹേലർ വലിക്കേണ്ടതായ കാര്യം വന്നിട്ടില്ല. അപ്പോൾ അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന രീതിയിൽ, മാറിയതാണെന്നുള്ള രീതിയിൽ ഞാൻ തീർത്തും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ 3 സാക്ഷ്യങ്ങൾ എൻ്റെ രീതിയിൽ പറഞ്ഞ് എൻ്റെ ഒരു പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ഭുതമായി തന്നെ കാണുന്നു. കാരണം വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറി മാതാവിലേക്ക് അടുത്തെത്താൻ വേണ്ടിയാണ് എന്നോട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാതാവ് എൻ്റെ മമ്മിയെ തോന്നിച്ചായിരിക്കും നീ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിസ കിട്ടും എന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തിനും മാതാവിനും എന്നേക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണത്.